നമസ്കാരം. ജൂലൈ 18 ഇന്ന് ചില അത്ഭുതകരമായ കാര്യങ്ങൾ ജ്യോതിഷത്തിൽ സംഭവിക്കുന്നതായ ദിവസമാകുന്നു. അതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ജൂലൈ 18 വ്യാഴാഴ്ച ചന്ദ്രൻ ധനുരാശിയിലേക്ക് നീങ്ങാൻ പോവുകയാണ്. കൂടാതെ ഇന്ന് ആഷാഢമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ദ്വാദശി തിഥിയാണ്. അതിനാൽ തന്നെ ചില അത്ഭുതകരമായ യോഗങ്ങൾ ഇന്നേ ദിവസം സംഭവിക്കുന്നുണ്ട്. അതേക്കുറിച്ച് കൂടി മനസ്സിലാക്കാം. ഈ ദിവസം ശുക്ലയോഗം, ബ്രഹ്മയോഗം, രവിയോഗം, തൃക്കേട്ട നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനവും നടക്കുന്നുണ്ട്. ജ്യോതിഷപ്രകാരം 4 രാശിക്കാർക്ക് ഇന്ന് രൂപം കൊള്ളുന്ന ഈ ഐശ്വര്യയോഗങ്ങളുടെ ഗുണഫലങ്ങൾ ലഭിക്കും. ഈ രാശിക്കാർക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്നേ ദിവസം സംഭവിക്കുക എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കുക. ജാതകത്തിൽ വ്യാഴത്തിന്റെ സ്ഥാനം ശക്തിപ്പെടുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട്. അതിനാൽ തന്നെ പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാകുന്നു. മേടം രാശിക്കാർക്ക് ഇന്ന് ഏറ്റവും ശുഭകരമായ ദിവസമാണ്. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും. മറ്റുള്ളവരെ സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും ഇന്നേ ദിവസം കൂടുതലാകുന്നു. ഇന്നേ ദിവസം ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന സമയമാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ജോലിയുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകരുടെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ പിന്തുണ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അല്പം ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിച്ചു എന്ന് വരാം, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൃത്യസമയത്ത് തന്നെ പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ ഇന്ന് സാധിച്ചു എന്ന് വരാം. കൂടാതെ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ പങ്കാളിയുമായി ഇന്ന് പുറത്തു പോകുവാനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ ചില യാത്രകൾക്കുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഇന്നേ ദിവസം പങ്കാളിയുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ദിവസമാണ്. പറയുന്നത് പൊതുഫല പ്രകാരമാകുന്നു. അതിനാൽ തന്നെ ഇന്നേ ദിവസം തീർച്ചയായും ധനപരമായ ചില നേട്ടങ്ങൾ, നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് തരക്കേടില്ലാത്ത വരുമാനം ലഭിക്കാനുള്ള സാധ്യതകൾ ഇന്നേ ദിവസം കൂടുതലാണ്. മിഥുനം രാശിക്കാർക്കും ഇന്നേ ദിവസം അനുകൂലമായ ദിവസമാണ് എന്ന് നിസ്സംശയം പറയാം. മിഥുനം രാശിക്കാർക്ക് ഇന്നേ ദിവസം അനുകൂലമായ ഫലങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ടോ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ഇന്നേ ദിവസം ചില പുതിയ കാര്യങ്ങൾ, ആഗ്രഹിച്ചായ ചില കാര്യങ്ങൾ വാങ്ങുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. ഭാഗ്യത്തിന്റെ സഹായത്തോടെ ഇന്നേ ദിവസം സാമ്പത്തികപരമായ ചില കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ശുഭകരമായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന പ്രത്യേകത ഇന്നേ ദിവസമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പണം ഇന്നേ ദിവസം പ്രതീക്ഷിക്കാതെ കടന്നു വരികയും അതേപോലെ തന്നെ ധനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം. എന്നാൽ ചെലവുകൾ ഇന്നേ ദിവസം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ പണം കൈകളിൽ നിന്നും അല്പം ചെലവാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ഇന്നേ ദിവസം ജോലിയുമായി ബന്ധപ്പെട്ട് പുതിയ അവസരങ്ങൾ വന്നു ചേരുക, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അവസരങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. അനുകൂലമാണ് ഇന്നേ ദിവസം. തീർച്ചയായും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക. കാരണം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതായ സമയം കൂടിയാണ് ഇന്ന്. തുലാം രാശിക്കാർക്ക് ഇന്നേ ദിവസം അനുകൂലമാണ് സമയം. ഭാഗ്യത്തിന്റെ കടാക്ഷം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം. പല കാര്യങ്ങളിലും അത് പ്രതിഫലിക്കുകയും ചെയ്യും. ജോലികളിൽ വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. അമ്മയുമായി ബന്ധപ്പെട്ട ബന്ധം ഇന്നേ ദിവസം കൂടുതൽ ദൃഢമാകും. കൂടാതെ ഇന്നേ ദിവസം പങ്കാളിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ടോ ചില ശുഭകരമായ വാർത്തകൾ
സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. കൂടാതെ ഇന്നേ ദിവസം ജീവനക്കാരും ബിസിനസ്സുകാരും തങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന സമയം തന്നെയാകുന്നു. ജോലികൾ പലപ്പോഴും കൃത്യസമയത്ത് തന്നെ പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഇന്നേ ദിവസം നിങ്ങൾക്ക് പൂർണ്ണമായും ഗുണം ചെയ്യുന്ന സമയങ്ങൾ വന്നു ചേരുന്നു എന്ന് വരാം. കൂടാതെ ഈ സമയം ആഗ്രഹിക്കുന്നതായ ചില വസ്തുക്കൾ വാങ്ങുവാൻ സാധിക്കുന്നതുമാണ്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ടോ പ്രതീക്ഷിക്കുന്നതായ സഹായം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്ന പ്രത്യേകതയുണ്ട്. കൂടാതെ ഈ സമയം ലഭിക്കാതിരുന്ന ധനം കൈകളിലേക്ക് ലഭിക്കുന്നതായ അവസരം എന്ന പ്രത്യേകതയുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ പോലും സാധിച്ചു എന്ന് വരാം. ഭാഗ്യം തുണയ്ക്കുന്ന ഇന്നേ ദിവസം നിങ്ങൾക്ക് പല കാര്യങ്ങളും അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. എന്നാൽ ഇന്നേ ദിവസം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. ആരോഗ്യ കാര്യങ്ങളിലും അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ധനുരാശിക്കാർക്ക് ഇന്നേ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന സമയമാകുന്നു. ധനുരാശിക്കാർക്ക് ഭാഗ്യത്തിന്റെ കടാക്ഷം ലഭിക്കുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. ജോലികൾ പലതും പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇന്ന്. ഏറ്റെടുക്കുന്ന പല കാര്യങ്ങളും വിജയിക്കുവാൻ അല്ലെങ്കിൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഇന്നേ ദിവസം ഏതൊരു കാര്യത്തിലും വിജയിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല വ്യക്തികളിൽ നിന്നും ഉപദേശം ലഭിക്കുകയും അത് നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. കൂടാതെ ഇന്നേ ദിവസം വിജയിക്കുവാൻ സാധ്യതയുള്ള ചില വഴികൾ മനസ്സിൽ തെളിയുകയും തന്മൂലം അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും വിജയങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. മികച്ചതായ അവസരങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ബിസിനസ് തുടങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. കൂടാതെ സാമ്പത്തിക സ്ഥിതി ശക്തമാകുന്നതായ സമയം കൂടിയാണ് ഇത്. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ ഫലങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വിപുലീകരണത്തിനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം ഇന്നേ ദിവസം വർദ്ധിച്ചു എന്ന് വരാം. എന്നാൽ ഇന്നേ ദിവസം പല കാര്യങ്ങളിലും വിജയിക്കുകയും ബഹുമാനം സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. എന്നാൽ ഇന്നേ ദിവസം ആരോഗ്യ കാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപകട സാധ്യതകൾ ഇന്നേ ദിവസം കൂടുതലാകുന്നു. ഇത്തരം കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കുക. തർക്കങ്ങളിൽ നിന്നും പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കുക എന്ന കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്.